പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. തമാശ്രീയാർ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് അപ്പോസ്തലൻ ഈ മണ്ണിൽ ചിന്തിയ രക്തത്തിൻ്റെ ശക്തി ഞങ്ങളുടെ സഭാത്മക ജീവിതത്തിൽ പടർന്ന് ഇനിയും കർത്താവിനെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും സുവിശേഷ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുവാനും അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ കുടുംബം ആശീർവദിക്കപ്പെടട്ടെ. നീ ഏത് കുടുംബത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണമെന്നുള്ള കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞാൻ ആശംസിക്കുന്ന സമാധാനം ഇത് പങ്കെടുക്കുന്ന ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ മക്കളും അവരേത് ദാരുണമായ അവസ്ഥയായാലും ഈ സമാധാനത്തിന് അവകാശമാക്കാൻ പരിശുദ്ധ കൃപാസനത്താൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥത്തിൽ നിനക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു.
ഈ കാര്യങ്ങളെല്ലാം നീ നൽകിയിട്ടുള്ള അനേകം അനുഗ്രഹങ്ങളുണ്ട് ഈശോയെ. നീ മാറ്റിയ ഒത്തിരി ജീവിത തടസ്സങ്ങളുണ്ട് കർത്താവേ. അതെല്ലാം നന്ദിയോടെ ഇപ്പോഴും ഞങ്ങൾ ഓർക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, അടയാളത്തിൽ, ദൈവശക്തിയാൽ അധ്വാന മേഖലകളിൽ, ജീവസന്ധാരണത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിൽ ഒരെത്തും പിടിയും കിട്ടാതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വരാൻ പകച്ചു നിൽക്കുന്നവരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ ഒറ്റ ആശീർവാദം കൊണ്ട് നിൻ്റെ ബന്ധങ്ങൾ അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ യാത്രകൾ, നിൻ്റെ ജോലികൾ, നീ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, നിന്നെ മറ്റുള്ളവർ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും, നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ നീ കുഴഞ്ഞു നിൽക്കുന്ന, അതോർക്കുമ്പോൾ ദീർഘനിശ്വാസം തോന്നുന്ന, അതോർക്കുമ്പോൾ ഉറക്കം വരുന്ന ഓരോ വിഷയങ്ങളുണ്ട്. ചില വിഷയങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരും, സങ്കടം വരും. അവിടെ പോയി ചാടിക്കൊടുത്തതല്ലേ, അങ്ങനെ ഒരു അവസ്ഥ ഇല്ലായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നല്ലോ. പഴയകാല ചെയ്തുള്ള അപ്പോൾ ഓരോരോ വിഷയത്തിന് വേണ്ടി നമ്മൾ ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. അപ്പോഴത് വളരെ ഉത്സാഹം തോന്നും, പിന്നീട് അത് വളരെ ബാധ്യതയായിട്ട് മാറും. ഇങ്ങനെയുള്ള ജാർഗൻസ്, ചണ്ടികളെ കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ എന്ന് കൽപ്പിക്കുന്നു. അത് പരിഹരിക്കാൻ, അത് അത്യാവശ്യമാണെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ കൃപ കർത്താവ് നിന്നിലേക്ക് ചൊരിയട്ടെ. കല്യാണം വർഷങ്ങൾ കഴിഞ്ഞിട്ടും കല്യാണം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ, ആ വിഷയം തന്നെ മറന്നിരിക്കുന്നവർ, ഇടക്കിടക്ക് ഓർക്കുമ്പോൾ ദീർഘനിശ്വാസം ജീവിതം തീർന്നു പോയെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മനസ്സ് തണുത്തു പോകുന്നവർ, ആരെപ്പോനെ ചൂടാക്കുകയും വാടിപ്പോയി നനച്ചു കിളപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിവർഷം നിൻ്റെ ആത്മാവിൽ അഭിഷേകമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലകളിലും ആരോഗ്യ മേഖലകളിലും ഏറെ ക്ലേശം അനുഭവിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ കരുണ ചൊരിയണമെന്ന് മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. കൃപാസ്ഥാനത്താലെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ നിൻ്റെ യാത്രകൾ ആശ്രയിക്കപ്പെടട്ടെ, നിൻ്റെ ചിന്തകൾ ആശ്രയിക്കപ്പെടട്ടെ. നിൻ്റെ തീരുമാനം നടപ്പിൽ വരുത്താൻ ഇച്ഛാശക്തിയ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ഇന്ധനം കൊണ്ട് ശക്തിപ്പെടുത്തുകയും നീ ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധി, നിൻ്റെ കുടുംബം അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധി, നിൻ്റെ മക്കൾ അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധി, അഥവാ ചില മക്കൾ ഡിപ്രഷൻ ആയിരിക്കുന്നവരുണ്ട്, ചില മക്കൾ വീടുകളിൽ നിന്ന് ഇറങ്ങി ഒരു ജോലിക്ക് പോലും പോകാത്തവരുണ്ട്, ഒരു അടിയന്തരത്തിന് പോലും പോകാത്തവരുണ്ട്, വീട്ടിൽ തന്നെ കുത്തി കറങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ അഴിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥ അവരുടെ രോഗങ്ങൾ സുഖപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, വിദ്യാഭ്യാസ മേഖലകളിലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മേൽഗതിക്ക് വേണ്ടി, ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുകയും അവർക്ക് ഏത് സബ്ജക്റ്റ് എടുക്കണം, ഏത് കോളേജിൽ നിനക്ക് വന്ന് കൺഫ്യൂഷൻ കൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളും അവരുടെ മാതാപിതാക്കന്മാരെ ഈ നിമിഷം ഞാൻ ആശീർവദിക്കുന്നു. നിങ്ങൾക്ക് 72 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വിഷയത്തിന് ദൈവം തീരുമാനം എടുക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഫയർ ഫിംഗർ സോക്ക് വിത്ത് പ്രഷ്യസ് ബ്ലഡ് ലോർഡ് ഇൻ പീസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. മനസ്സിന് സുവിശേഷത്തിൻ്റെ ശക്തി വാരിക്കോരി ചൊരിയുന്ന അസുലഭമായ ആവേശത്തിൻ്റെ അഭിഷേക ദിവസമാണ് ഈ സെൻറ്റ് തോമസിൻ്റെ രക്തസാക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്, ചിന്തിക്കുന്നത്, അത് ചിന്തയിൽ നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഒത്തിരി പ്രാവശ്യം സെൻറ്റ് തോമസിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സെൻറ്റ് പീറ്ററും സെൻറ്റ് തോമസും പലപ്പോഴും, അതുപോലെ തന്നെ അപ്പോസ്തലൻ അല്ലെങ്കിൽ പോലും സെൻറ്റ് സെബാസ്റ്റ്യൻ, ഇവരൊക്കെ എന്നെ വല്ലാത്ത രീതിയിൽ എൻ്റെ ആധ്യാത്മികത എപ്പോഴും ഇങ്ങനെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. ഞാൻ പൗലോസ് അപ്പോസ്തലനെ പഠിക്കുന്നത് പോലും സെൻറ്റ് തോമസിലൂടെയാണ്. അതെന്താണെന്നറിയാമോ? ഒരിക്കൽ ഞാനിങ്ങനെ സെൻറ്റ് തോമസിനെ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറഞ്ഞപ്പോഴേ പരിശുദ്ധാത്മ പറഞ്ഞു, ഈ പൗലോസ് ഇത് പറഞ്ഞിരിക്കുന്നത് സെൻറ്റ് തോമസിനെ കുറിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ ആര്യപ്പെട്ടു. പൗലോസ് സെൻറ്റ് തോമസ് നമ്മൾ കണ്ടു കാണത്തില്ല, പക്ഷേ ട്രഡീഷണൽ ബേസിൽ എന്തെങ്കിലും, അതായത് ഈ നമുക്കും പോയി അവനോട് മരിക്കാമെന്ന് പറഞ്ഞില്ലേ? യോഹന്നാന്റെ 11:16 ദിദിമോസ് എന്ന തോമസ് അപ്പോൾ, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. അപ്പം ഇതൊരു കോൺഷ്യസ് ആണ് ശരിക്കും. പാഷൻ കോൺഷ്യസ് കർത്താവിന് ഡെവലപ്പ് ചെയ്ത് വന്നായിരുന്നു. കർത്താവിൻ്റെ പീഡാസകനെക്കുറിച്ച് കർത്താവിനൊരു ബോധം ഉണ്ടാകുമായിരുന്നു. ഇതുപോലെ തന്നെ സമാന്തരമായിട്ട് സെൻറ്റ് തോമസിന് ഒരു പാഷൻ കോൺഷ്യസ് ഉണ്ട്. എന്താണ്? ക്രിസ്തുവിൻ്റെ കൂടെ പോയാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന സ്വാഭാവികമായ സമാപ്തിയാണ് എന്താണ്? സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷിയാവുക.
ഇത് ആദിമസഭയെ ശരിക്കും പുളകം കൊള്ളിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വലിയ ദൂരങ്ങൾ സഞ്ചരിക്കാൻ തോമസിനെ പ്രേരിപ്പിച്ചതും തിരഞ്ഞെടുക്കപ്പെട്ടതും എല്ലാം ഈ ഇച്ഛാശക്തിയുടെ പിൻബലത്തിൽ ആദ്യ സഭയ്ക്കുണ്ടായിരുന്ന അപ്പോസ്തലിക വിശ്വാസാനുഭവമാണ്. എന്താ കാര്യം? പിന്നീട് ഇതിനെക്കുറിച്ചാണ് പൗലോസ് പറയണത്. പണ്ടിങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, നമുക്കും പോയി അവനോട് മരിക്കാമെന്ന്. എന്താ കാര്യം? അവനോടുകൂടി മരിക്കുന്നവർ തിമോത്തി ബിഷപ്പാണല്ലോ. തിമോത്തി ബിഷപ്പിനോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുന്ന മാതൃക സെൻറ് തോമസിൻ്റെ മാതൃകയാണ്. എന്താണ് ബിഷപ്പ്മാരെന്ന്? അന്നത്തെ ബിഷപ്പ്മാരെന്ന് പറയുമ്പോൾ, അതായത് ബിഷപ്പ്മാർ ആരായാലും ബിഷപ്പായെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ നോക്കിയേ, അത് തന്നെ സംഭവം. ആദിമസഭയിലെ അവസ്ഥയാണ്. ബിഷപ്പാണെന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴായാലും അവന് ജീവൻ പോകും. അതുകൊണ്ട് എന്ത് പറ്റി? സ്കേപ്പ് ഗോട്ട് പോലെ സഭയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട ജീവിതത്തിൻ്റെ അടയാളമായിട്ടാണ് ചുവന്ന അരപ്പട്ട കെട്ടുന്നത്. ഇപ്പോൾ സെൻറ് തോമസ് പൗലോസ് തിമോത്തിക്ക് ചുവന്ന അരപ്പട്ട കെട്ടുമ്പോൾ പറയണ ഒരു ഉപദേശമുണ്ട്. തിമോത്തി, ഇതെന്തിൻ്റെ അടയാളമാണെന്ന് അറിയാവോ? നമ്മൾ അവനോടുകൂടെ സഹിച്ചെങ്കിൽ, പണ്ട് തോമസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? തോമസ് അപ്പോസ്തലനാണല്ലോ അത് പറഞ്ഞിരിക്കണത്, പിന്നെ വേറെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. എന്താ? നമുക്കും പോയി അവനോടുകൂടെ മരിക്കാം. എന്താ കാര്യം? തോമസിന് അറിയാമായിരുന്നു അവനോട് മരിക്കുന്നവരെ അവനോടുകൂടെ നേടുവെന്ന്. അതാണ് ആ തോമസിൻ്റെ ഉപദേശമാണ് തിമോത്തിക്ക് പൗലോസ് അപ്പോസ്തലൻ ബിഷപ്പിന് അരപ്പട്ട കെട്ടുമ്പോൾ ഉപദേശമായി കൊടുക്കുന്നത്. ഭയങ്കരമാണ് ഈ വചനം. ഇതെല്ലാം രഹസ്യങ്ങളാണ് മക്കളെ. 2 തിമോത്തി 2:11. ഈ വചനം വിശ്വാസയോഗ്യമാണ്. തോമസ് അപ്പോസ്തലന്റെ ഈ വചനം വിശ്വാസയോഗ്യമാണ്. നാം അവനോട് കൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ. തോമസ് അപ്പോസ്തലന്റെ വചനമാണല്ലേ ഇത്. അതാണത് യോഹന്നാൻ 11:16. എന്താണ്? നമുക്കും പോയി അവനോട് മരിക്കാം. ആ വചനം വിശ്വാസയോഗ്യം എന്നാണ് പറയണത്. അപ്പോൾ ആരുടെ വചനമാണ് വിശ്വാസയോഗ്യം? സെൻറ് തോമസിൻ്റെ വചനമാണ് വിശ്വാസയോഗ്യം. എന്താ കാര്യം? സെൻറ് തോമസിന് അറിയാമായിരുന്നു അവനോടുകൂടി മരിച്ചെങ്കിൽ അവനോടുകൂടി നേടുവെന്ന്. അതാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് കൊടുക്കുന്ന അഭിഷേക ഉപദേശം. എന്നോട് വായിച്ചത്, നാം അവനോട് കൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് കൂടെ ജീവിക്കും. അവനോടുകൂടി ജീവിക്കും. അപ്പം ജീവിക്കും എന്നുള്ളതല്ല പ്രാധാന്യം, മരണത്തിനല്ല പ്രാധാന്യം. മരണത്തിനല്ല പ്രാധാന്യം. ക്രിസ്തുവിലായിരിക്കുന്നവൻ ജീവിക്കും എന്നുള്ളതിനാണ് പ്രാധാന്യം, മരണത്തിനല്ല. മരണം ഒരു മാർഗമാണ്. ജീവിതം ഒരു ലക്ഷ്യം. ജീവിക്കുക എന്നുള്ളത്, നിത്യമായി ജീവിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ആ ലക്ഷ്യം എല്ലാ അംഗങ്ങളിലും ശ്വാസനിശ്വാസങ്ങളിലും സൂക്ഷിച്ച അപ്പോസ്തലനാണ് സെൻറ് തോമസ്. എല്ലാ അഭിവാദനങ്ങളോടും കൂടി നിങ്ങൾക്ക് സെൻറ് തോമസിന് വിശുദ്ധ രക്തത്തിൻ്റെ അഭിവാദനം നൽകുമ്പോഴേ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ, മരിച്ച് ജീവിക്കാൻ പ്രത്യേക അഭിഷേകം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം വല്ലാത്തൊരു ദിവസമാണ്. എല്ലാം ഓർക്കുകയും എന്തിനെ അതിജീവിക്കാനുള്ള അഗ്നി ആവഹിക്കുകയും ചെയ്യുന്ന അപ്പോസ്തലൻ്റെ അടിസ്ഥാനത്തിൽ പണിതുയർത്തപ്പെട്ട തിരുസഭയുടെ അംഗമാകാൻ ജീവിക്കാൻ കഴിഞ്ഞതിൽ നന്ദി പറഞ്ഞുകൊണ്ട് എതിരേൽക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടെ വിശ്വസ്തയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 7ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ സാക്ഷ്യ വചന വിശകലന ശുശ്രൂഷയിൽ നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തിരിക്കുന്ന സാക്ഷ്യം വയനാട് നിന്നുള്ള ത്രേസ്യാക്കുട്ടി എന്ന ഒരു അമ്മയുടെ സാക്ഷ്യമാണ്. എൻ്റെ പേര് ത്രേസ്യാക്കുട്ടി. ഞാൻ വയനാട് ജില്ലയിലെ മാനന്തവാടി കണിയാരം കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നുമാണ് വരുന്നത്. ഈ സാക്ഷ്യം ഞാൻ എടുക്കാൻ കാരണം, ഈ അമ്മ സാക്ഷ്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: കൃപാസനം എന്ന പുണ്യഭൂമി ഈശോയുടെ 2ാം വരവിന് നമ്മളെ ഒരുക്കുന്ന ഒരു പാഠശാലയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്
വയനാട് നിന്നുള്ള ഈ വീട്ടമ്മ തൻ്റെ സാക്ഷ്യം ആരംഭിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ കൃപാസനത്തിലെ മരിയൻ പ്രത്യക്ഷീകരണവുമായി സ്വർഗീയ പിതാവ് ഈ അമ്മയ്ക്ക് കൊടുത്ത വെളിപാടിനെ സംബന്ധിച്ച് വളരെയേറെ ബന്ധമുണ്ട്. അതായത് 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയാകുന്നത്. ഇങ്ങനെ കൃപാസനം അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് പ്രത്യക്ഷയായിക്കൊണ്ട് പറഞ്ഞത് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്നാണ്. ഈ ഒരു വലിയ സന്ദേശം നമ്മളോട് ദൈവമാതാവ് സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം കൈമാറിക്കഴിഞ്ഞ് നമുക്ക് കിട്ടിയ വലിയൊരു പ്രാർത്ഥനയാണ് മരിയൻ ഉടമ്പടി എന്നത്. ഈ മരിയൻ ഉടമ്പടി പ്രാർത്ഥന ആദ്യമായിട്ട് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് 2015-ലാണ്. അപ്പം ഇതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഒരു മരിയൻ ഉടമ്പടി എന്ന ഈ വലിയൊരു പ്രാർത്ഥന ഒരു പദ്ധതിയായി, വലിയൊരു ശുശ്രൂഷയായി കൃപാസനത്തിൽ ആരംഭിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഇതിൻ്റെ ആദ്യകാല വെളിപാടുകളൊക്കെ ക്രോഡീകരിച്ച് ഒരു പുസ്തകം ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ ഓഡിയോ ബഹുമാനപ്പെട്ട അച്ഛൻ ഫോണിലൂടെ എനിക്കാണ് പറഞ്ഞു തന്നത്. അന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് പുസ്തകം ക്രോഡീകരിച്ചപ്പോൾ നമ്മൾ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അത് ഇപ്രകാരമായിരുന്നു: കൃപാസനത്തിലെ മരിയൻ പ്രത്യക്ഷീകരണത്തിന് യുഗാന്തവുമായി വളരെയേറെ ബന്ധമുണ്ട്. അതാണ് ഈ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥം എന്നുള്ളത്. ഇത് നിങ്ങൾക്കറിയാവുന്ന പോലെ സഭയാണ് ഔദ്യോഗികമായി ഈ വിഷയം പ്രഖ്യാപിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ അന്ന് ബുക്ക് ക്രോഡീകരിച്ചപ്പോൾ ഈ വിഷയം ബോധപൂർവം കട്ട് ചെയ്ത് കളഞ്ഞു. ഏറെ പ്രത്യേകമായിട്ട് അച്ഛൻ ഉൾച്ചേർത്തത് ഈ യുഗാന്തത്തോടനുബന്ധിച്ച് ഒരു വിശുദ്ധ ജനത്തെ എങ്ങനെ ഒരുക്കാം എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന വലിയൊരു ശുശ്രൂഷയായിട്ടാണ് പിന്നീട് നമ്മുടെ മരിയൻ ഉടമ്പടി പ്രാർത്ഥന അറിയപ്പെട്ടത്. പക്ഷേ ഈ അമ്മയ്ക്ക് ദൈവപിതാവ് ഈ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയൊരു അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കൃപാസനം എന്ന പുണ്യഭൂമി ഈശോയുടെ 2ാം വരവിന് നമ്മളെ ഒരുക്കുന്ന വലിയൊരു പാഠശാലയാണ് എന്ന്. ഈ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വെളിപാട് ദൈവപിതാവ് കൊടുക്കാൻ പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഈ എപ്പിസോഡിൻ്റെ താഴെ പിൻ ചെയ്യുന്ന സാക്ഷ്യം കേൾക്കുന്നതിലൂടെ നിങ്ങൾക്കും മനസ്സിലാകും. അതായത് ഒരു ദുരന്ത മുഖത്തിലൂടെയാണ് ഈ അമ്മ യാത്ര ചെയ്യുന്നത്. കനൽ വഴികളിൽ ചവിട്ടി ചവിട്ടി മുന്നേറിക്കൊണ്ടാണ് ഈ അമ്മ യാത്ര ചെയ്യുന്നത്. ഈ ഒരു സമയം ദൈവമാതാവിൻ്റെ കരം പിടിക്കുന്നതിലൂടെ ഈ അമ്മ ആർജിച്ചെടുത്ത ഒരു ദൈവിക ശക്തിയുണ്ട്. ആ ശക്തിയിൽ നിന്നാണ് ഈ അമ്മയ്ക്ക് ഈ ഒരു വെളിപാട് കിട്ടുന്നത്. അമ്മയുടെ ദുരന്തം ആരംഭിക്കുന്നത് ഭർത്താവ് മരിക്കുന്നതിലൂടെയാണ്. ഭർത്താവ് മോട്ടോന്യൂറോൺ ഡിസീസ് ബാധിച്ച് ഒത്തിരിയേറെ സഹന സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് ഭർത്താവ് മരിക്കുന്നത്. അതിനുശേഷം ഈ അമ്മ പറയുന്നുണ്ട്, മക്കളെ വളർത്തി വലുതാക്കുവാൻ ഒരു നിലയിലെത്തിക്കാൻ താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ. പിന്നീട് അമ്മ തന്നെ പറയുകയാണ് തൻ്റെ ഒരു അസുഖത്തെ പറ്റി. എൻ്റെ ഒരു കൂട്ടുകാരിയാണ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത്. അന്ന് എനിക്ക് കിഡ്നിയിൽ നിന്നും പ്രോട്ടീൻ ലീക്കേജ് ആകുന്ന ഒരു അവസ്ഥയായിരുന്നു. ഈ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് മൂത്രത്തിൽ കൂടി പത പോലെ പ്രോട്ടീൻ പുറത്തു പോവുക, ഒപ്പം തന്നെ പ്രഷർ കൂടുക, തളർന്ന് വീഴുന്നൊരവസ്ഥ. ഇങ്ങനൊരു അവസ്ഥയിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ മരിയൻ ഉടമ്പടിയെടുത്ത് ഈ അമ്മ കാണുന്നുണ്ട്. ഒരൊറ്റ കൈവപ്പ് പ്രാർത്ഥനയിലൂടെ, സൈത്ത് പൂശിയുള്ള പ്രാർത്ഥനയിലൂടെ അമ്മ പറയുന്നത് പൂർണ്ണ സൗഖ്യം അമ്മയ്ക്ക് കിട്ടിയെന്നാണ്. തുടർന്ന് അമ്മ പറയുന്നുണ്ട് ജീവിതത്തിലെ ജീവിത ദുരിത സഹന സാഹചര്യങ്ങൾ, അതൊക്കെ നമ്മൾ ആലോചിക്കുന്നതിൽ അപ്പുറത്തുള്ള വിഷയങ്ങളാണ്. ഒന്നാമതായിട്ട് പറയുന്നുണ്ട് 5 ലക്ഷം രൂപ ലോൺ എടുത്തത് അത് 16 ലക്ഷമായി മാറി. ഹൗസ് ലോൺ അത് ഹസ്ബൻഡുള്ളപ്പോൾ എടുത്തതാണ്, ഭർത്താവ് മരിച്ചും പോയി. വീണ്ടും പറയുന്നുണ്ട് മകൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി 4 ലക്ഷം രൂപ എടുത്തത് അത് 8 ലക്ഷം രൂപയായി. പക്ഷേ
മരിയൻ ഉടമ്പടി പ്രാർത്ഥനയുടെ യോഗ്യതയാൽ സമയ ചുരുക്കത്തിലാണ് ദൈവമാതാവ് ഈ 2 വലിയ കടഭാരത്തിൽ നിന്നും ഈ അമ്മയ്ക്ക് മുക്തി നൽകുന്നത്. വീണ്ടും വീട് കെട്ടിപ്പടുക്കാൻ നോക്കുമ്പോൾ വീടാകെ ഉറഞ്ഞ അവസ്ഥയിലാണ്. അപ്പോൾ ഇതൊന്ന് അളന്ന് ഒരു മതിൽ കെട്ടേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഈ അമ്മ പറയുന്നുണ്ട്, അയൽവാസികൾ 21 പേർ ചേർന്നാണ് ഈ അമ്മയ്ക്കെതിരെ പഞ്ചായത്തിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് അത് മുനിസിപ്പാലിറ്റിയിലോട്ട് ഹാൻഡ് ഓവർ കൊടുക്കുന്നു. പിന്നീട് ഓവർസിയർ വന്ന് മതിൽ പണി സ്റ്റോപ്പ് ചെയ്യാൻ ഒരു ഓർഡർ ഇടുന്നു. അപ്പോഴും ഇവർ ചെയ്യുന്നത്, അപ്പം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ വെഞ്ചിരിച്ച ഉപ്പും അത് 4 ദിക്കിലും ഇട്ടിരുന്നു. പിന്നെ അതോടുകൂടി എൻ്റെ എല്ലാ പിന്നെ കൃപാസന മാതാവിൻ്റെ ഒരു കാശുരൂപം എൻ്റെ ആ കെട്ടിയ ആ മതിലിൻ്റെ ഫ്രണ്ട് മതിലിൻ്റെ ഉള്ളിലേക്ക് പിന്നെ വയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പെർമിറ്റ് കിട്ടുകയും കെട്ടിയ വഴിയിൽ കൂടെ തന്നെ കെട്ടിക്കോളാൻ പഞ്ചായത്ത് അനുവദിക്കുകയും ചെയ്തു. പുറപ്പാട് 14:14 തിരുവചനം അനുസരിച്ച് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന തിരുവചനം അനുസരിച്ച് ദൈവമാതാവ് നേരിട്ട് ആ വിഷയത്തിൽ ഇടപെട്ട് ഓവർസിയറിനെ കൊണ്ട് തന്നെ ഈ കേസ് പിൻവലിപ്പിക്കുകയും തുടർന്ന് ഈ അമ്മയ്ക്ക് മതിൽ പണി തുടരുവാനും സാധിക്കുന്നു. വീണ്ടും ഈ അമ്മ ഉടമ്പടിയിൽ വെക്കുന്നുണ്ട്, ഇങ്ങനെ വീട് പണിയൊക്കെ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ എൻ്റെ മകന് നല്ലൊരു വിവാഹാലോചന വരണം, അത് ദൈവമാതാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ വരണം. അമ്മ പറയുന്ന പ്രകാരമാണ്, മരിയൻ ഭക്തയായ ഒരു മകളെ ദൈവമാതാവ് തന്നെ ഉണ്ടാക്കിയ ഒരു സാഹചര്യത്തിലൂടെ എൻ്റെ മകന് ജീവിത പങ്കാളിയായി ലഭിച്ചു എന്ന്. പിന്നെ ഈ അമ്മ പറയുന്നത് കുറച്ചും കൂടി നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ഞാൻ കല്യാണം വിളിക്കാൻ പോകുമ്പോൾ ഈ പേപ്പർ കൊണ്ട് ആയിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എല്ലാ വീട്ടിലും ഞാൻ ഈ പേപ്പർ കൊടുത്ത് ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറയും. ഞാൻ ഈ വിവാഹ ക്ഷണക്കത്തിനൊപ്പം കൃപാസനം പത്രവുമായിട്ടാണ് ഞാൻ ഓരോ ഭവനങ്ങളിലോട്ടും കടന്നു ചെന്നത്. ആ ഭവനങ്ങളിൽ ഓരോ ഭവനത്തിലും ചെന്ന് ഞാൻ ഓരോ മക്കളോടും കൃപാസനത്തിലെ ദൈവമാതാവിൻ്റെ വലിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കും, സ്വന്തം അനുഭവങ്ങൾ പങ്കുവയ്ക്കും. അങ്ങനെയാണ് എൻ്റെ മകൻ്റെ വിവാഹത്തിലേക്ക് അവരെ ഞാൻ ക്ഷണിച്ചത് എന്ന്. ഇപ്രകാരം ജീവിത സഹന സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ സുവിശേഷ പ്രഘോഷണം നടത്തിയ അമ്മയ്ക്കാണ് സ്വർഗം ആ വലിയ വെളിപാട് കൊടുത്തത്. അതായത് കൃപാസനം ഈശോയുടെ 2ാം വരവിനായി നമ്മളെ ഒരുക്കുന്ന വലിയ പുണ്യഭൂമിയാണെന്ന്. വീണ്ടും നമ്മൾ ഈ സാക്ഷ്യത്തിൽ കേൾക്കുന്നുണ്ട്, ഈ അമ്മ ഒരു നഴ്സിംഗ് അസിസ്റ്റൻ്റാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് രോഗികളെ ഈ അമ്മയുടെ മുമ്പിൽ കിട്ടും. ഈ രോഗികൾക്കെല്ലാം വിശുദ്ധ തൈലം പൂശി അവരെ ശക്തിപ്പെടുത്തിയാണ് ഈ അമ്മ അവരെല്ലാം യാത്രയാക്കുന്നത്. അതിൽ തന്നെ 1-2 വലിയ ദൈവാനുഭവങ്ങൾ ഈ അമ്മ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു വിൻസെൻ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് ഫുൾ ബ്ലഡ് ഛർദ്ദിക്കുകയായിരുന്നു. ഉടനടി തന്നെ ഞാൻ തൈലം എടുത്ത് നെറ്റിയിൽ കുരിശ് വരച്ച് പിന്നെ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് ഡോക്ടേഴ്സിനെ കാണിക്കാൻ പോകുകയുള്ളൂ. ഉടനെ തന്നെ അവനും റിക്കവറായി. വീണ്ടും പറയുന്നുണ്ട്, കാറ് കയറി ഇറങ്ങിയൊരു മകനെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ മകന് വലിയ ബ്ലീഡിംഗ് ആയിരുന്നു. കരളിൽ മാരകമായ മുറിവ് പറ്റി ബ്ലീഡിംഗ് ഉള്ള ആ മകന് പൂർണ്ണ സൗഖ്യം കിട്ടുന്നത്. ഇതെല്ലാം മർക്കോസ് 16-17 തിരുവചനത്തിൻ്റെ നേർസാക്ഷ്യമാണ്. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. വീണ്ടും ഈ അമ്മ പറയുന്നുണ്ട് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെപ്പറ്റി വാതോരാതെ സാക്ഷ്യത്തിലുടനീളം പറയുന്നുണ്ട്. ഞാൻ കുഷ്ഠരോഗികളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഉമ്മ കൊടുത്താണ് ഞാൻ അവരെ സ്വീകരിക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ പത്രം അവർക്ക് കൊടുക്കുന്നത്, കൃപാസനം ദൈവാനുഭവങ്ങളെപ്പറ്റി പറയുന്നത്. ക്യാൻസർ രോഗികളായ മക്കൾക്കൊക്കെ ഞാൻ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കും. ഒത്തിരിയേറെ ടെർമിനലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയേറെ മക്കൾക്ക് അതുവഴി നല്ല മരണം പ്രാപിക്കാൻ സാധിച്ചു എന്ന് അമ്മ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ രോഗികളായിട്ട് ഏറെ പ്രത്യേകിച്ച് കൈകാലുകളൊക്കെ മുറിച്ച് കളയേണ്ട അവസ്ഥയിലായിരിക്കുന്ന രോഗികൾക്കൊക്കെ ഒരുപാട് പേർക്ക് മരിയൻ ഉടമ്പടി തൈലത്തിലൂടെ സമാശ്വാസം പകരാൻ സാധിച്ചുവെന്നും ഈ അമ്മ ഈ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. ഇപ്രകാരം തൻ്റേതായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട്
ക്രിസ്തു കൈമാറ്റത്തിൻ്റെ വലിയൊരു കാവലാളായി പ്രവർത്തിച്ചപ്പോഴാണ് സ്വർഗം ഈ മകൾക്ക് ഈ വെളിപാട് കൊടുത്തത്. ഞാൻ ഈ സാക്ഷ്യം, ഈ അമ്മയുടെ സാക്ഷ്യ അനുഭവങ്ങൾ ചുരുക്കുമ്പോൾ കൃപാസനത്തിലെ മരിയൻ പ്രത്യക്ഷീകരണം യുഗാന്തവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ വചന ക്ലാസ്സുകളിലൂടെ, പ്രബോധന ധ്യാനങ്ങളിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു വചനമാണ് വെളിപാട് 12:14 എന്നുള്ളത്. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകുവാൻ വൻ കഴുകൻ്റേതുപോലുള്ള 2 ചിറകുകൾ അവൾക്ക് നൽകപ്പെട്ടു. വീണ്ടും നമ്മൾ വചനത്തിൽ വായിക്കുന്ന ഇപ്രകാരമാണ്. വെളിപാട് 12:14 തന്നെ സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 40-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ ഇപ്രകാരം ഒരു ശക്തമായിട്ടുള്ളൊരു വചനമുണ്ട്. വചനം ഇപ്രകാരമാണ്: മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നത് വരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള ഒരു നുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അതായത് നമുക്കറിയാം, ജനിച്ച് വീഴുന്ന അന്നു മുതൽ നമ്മുടെ ഈ നുഖം നമ്മൾ പ്രത്യേകമായിട്ട് പേറുകയാണ്. ഈ നുഖം പേറിക്കൊണ്ടാണ് നമ്മുടെ ഈ യാത്ര നമ്മൾ തുടരുന്നത്. ഈ വെളിപാടിൻ്റെ 12-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് അതുതന്നെയാണ്. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകുവാൻ വൻ കഴുകൻ്റേതുപോലുള്ള ചിറകുകൾ അവൾക്ക് നൽകപ്പെട്ടു. ഈ ചിറകുകൾ നൽകപ്പെട്ടില്ലെങ്കിൽ, ഈ ഒരു ഭാരലഘുത്വം നമുക്ക് അനുഭവപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് നീന്തിക്കടക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ഈ കടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. അതാണ് കൃപാസനം മരിയൻ ഉടമ്പടിയുടെ വലിയൊരു ബലം എന്ന് പറയുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ത്രേസ്യാക്കുട്ടി എന്ന അമ്മ, വയനാട്ടിൽ നിന്നുള്ള അമ്മ എങ്ങനെയാണ് തൻ്റെ ജീവിത പ്രശ്നങ്ങളെ നീന്തി കയറിയത്? ഇത് ദൈവമാതാവിൻ്റെ കരം പിടിച്ചുകൊണ്ടാണ്. അതാണ് വെളിപാട് 12:14. വൻ കഴുകൻ്റേതുപോലുള്ള ചിറകുകൾ നൽകപ്പെട്ടു. വിനയത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഉടമ്പടി ചിറകുകൾ നൽകപ്പെട്ടതിലൂടെയാണ് സമയ ചുരുക്കത്തിനുള്ളിൽ ആ മകൾക്ക് വലിയ സാക്ഷിയാകാൻ സാധിച്ചത്. അത് ഈ ഭാരമുള്ള നുഖം നമ്മളുടെ മേൽ വയ്ക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ദൈവമാതാവിൻ്റെ കരമാണ് നമ്മളെ താങ്ങി നിർത്തേണ്ടത്. വീണ്ടും നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിലാണ് യുഗാന്തത്തെ പറ്റി പ്രതിപാദിപ്പിക്കുന്ന വലിയൊരു ഭാഗം നമ്മൾ വായിക്കുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം നിങ്ങൾക്കറിയാവുന്ന പോലെ അപ്പക്കാലിപ്റ്റിക്കൽ പുസ്തകമാണ്. അതായത് പ്രതീകാത്മക രൂപത്തിൽ വലിയ വചന വെളിപാടുകൾ കൈമാറുന്ന വലിയൊരു ഗ്രന്ഥം. ഈ അപ്പോക്കാലിപ്റ്റിക് സാഹിത്യ രീതി ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ വെളിപാടിൻ്റെ ഈ പുസ്തകത്തിലെ 12-14 തിരുവചനത്തിൽ നമ്മൾ കണ്ട സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയെക്കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ദാനിയേൽ 12:6-7 തിരുവചനമാണ്. ഈ ദാനിയേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം ആദ്യം ആരംഭിക്കുന്നത് മിഖായേൽ ആ സമയത്ത് എഴുന്നേൽക്കുന്നതും യുഗാന്ത്യത്തിൽ അനേകർ നിത്യജീവനായും നിത്യലജ്ജയ്ക്കായി എഴുന്നേറ്റ് വരുന്നതിനെക്കുറിച്ചുമാണ്. അപ്പോൾ അനേകർ നീതിയിലേക്ക് നയിച്ചവരൊക്കെ എന്നുമെന്നും സൂര്യനെ പോലെ പ്രശോഭിക്കുമെന്നുള്ള ഒരു വലിയ സ്വർഗീയ രഹസ്യം അവിടെ വെളിപ്പെടുത്തുന്നുണ്ട് തിരുവചനത്തിലൂടെ. തുടർന്ന് ദാനിയേൽ 12:7 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നദിക്കക്കരെ നിൽക്കുന്ന ഈ ചണവസ്ത്രധാരി തൻ്റെ 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ആണയിട്ടുകൊണ്ട് പറയുന്നുണ്ട്, ഈ അത്ഭുതങ്ങൾ അവസാനിക്കാൻ എത്ര കാലം വേണമെന്ന് ചോദിക്കുന്ന ഉത്തരമായിട്ട് പറയുന്നത് ഇപ്രകാരമാണ്: അത് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും ആയിരിക്കുമെന്ന്. ഈ സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ ആയിരിക്കുമെന്ന് ഈ ചണവസ്ത്രധാരി ഉത്തരം പറഞ്ഞതിന് ശേഷം പറയുന്ന ഒരു വാക്ക് വളരെ പ്രസക്തമാണ്. അതായത് ദൈവജനത്തിൻ്റെ ശക്തി തകർക്കാൻ കഴിയുന്ന ഒരു സമയം വരും. ആ ഒരു സമയമാണ് ഈ അത്ഭുതങ്ങൾ അവസാനിക്കാൻ വേണ്ട കാലമെന്ന്. വലിയൊരു സ്വർഗീയ വെളിപാടാണ്. നിങ്ങൾ ആഴത്തിൽ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. ഞാനത് നിങ്ങളുടെ
മുമ്പിൽ വലിയ ധ്യാനത്തിനായി തുറന്നിടുകയാണ് ഈ ഒരു അധ്യായങ്ങൾ. വെളിപാട് 12-ാം അധ്യായം, ദാനിയേൽ 12-ാം അധ്യായം. വളരെ ആഴമായി ധ്യാനിച്ച് നമ്മൾ മനനം ചെയ്യേണ്ട ഒരു തിരുവചന ഭാഗമാണ്. കൃപാസനത്തിലെ മരിയൻ പ്രത്യക്ഷീകരണമായി നേരിട്ട് ബന്ധമുള്ള വചനഭാഗങ്ങളാണ്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങളിലാണ് നമ്മൾ ഈ സമയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വലിയൊരു ഭാഗം വായിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 1-ാം അധ്യായം 6-ാം തിരുവചനം. അവിടെ സ്വർഗാരോഹണ സമയത്ത് ശിഷ്യന്മാരെല്ലാവരും ഒന്നിച്ചുകൂടി ഇരിക്കുമ്പോൾ ഈശോയോട് അവർ വളരെ വ്യക്തമായിട്ടൊരു ചോദ്യം ചോദിക്കും, അങ്ങ് ഇപ്പോഴാണോ രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നതെന്ന്. ഈശോ അതിന് ഒരു മറുപടി പറയുന്നുണ്ട്. പിതാവ് തൻ്റെ അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമല്ല എന്ന്. ഇവിടെ പിതാവ് നിശ്ചയിച്ചുറപ്പിച്ച സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യം അല്ല എന്ന് പറയുന്നിടത്താണ് കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രസക്തി നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. കാരണം സമയമായില്ല എന്ന് പറയുമ്പോൾ ദൈവപിതാവിൻ്റെ മനസ്സിലുള്ള സമയമായി എന്ന് കൂട്ടിപ്പറയാൻ കരുത്തുള്ള ഒരു ദൈവമാതാവ് നമുക്കുണ്ട്. അതാണ് വെളിപാട് 12:14 നമ്മൾ വായിക്കുന്നത്. സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവൾ സംരക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ദൈവമാതാവിനെ ഈ ലോകം ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. കാരണം പ്രഭാഷകൻ 40:1 തിരുവചനമനുസരിച്ച് സർവരുടെയും മാതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്ന ഒരു സമയം വരെ ഈ ഭൂമിയിൽ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഈ മാതാവിൻ്റെ കരം പിടിക്കാതെ ഈ മുന്നോട്ടുള്ള യാത്ര നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ഈയൊരു കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണവും യുഗാന്തത്തെ പറ്റിയും പ്രതിപാദിക്കുന്ന ഈ വലിയൊരു ശുശ്രൂഷയിൽ ആയിരിക്കുന്ന സമയം നമുക്ക് പ്രത്യേകമായിട്ട് ദൈവമാതാവിനോട് പ്രാർത്ഥിക്കാം. യുഗാന്തത്തെ പറ്റിയുള്ള വലിയ സ്വർഗീയ വെളിപാടുകൾ വ്യക്തമാക്കുന്ന കൃപാസനം പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ വചന വെളിപാടുകൾ ഈശോയെ ഞങ്ങൾക്കും നീ നൽകണമേ എന്ന്. മരിയൻ പ്രത്യക്ഷീകരണത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ഈ വലിയ മരിയൻ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ കൂടുതൽ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ഈശോയുടെ 2ാം വരവിനായി ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ പ്രത്യേകമായി ഞങ്ങളെടുത്തിരിക്കുന്ന ഉടമ്പടി ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് നമുക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാം. അതിന് ദൈവമാതാവിൻ്റെ കരം പിടിച്ച് സ്വർഗീയ പിതാവിനെ സ്നേഹിച്ച് നമുക്ക് മുന്നേറാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി
സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യമ്പോൾ കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. മൂന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദൈവസഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സമയോചിതമായി പൂർത്തീകരിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സർവേശ്വരൻ്റെ പുണ്യസമ്പൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീടുകിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.